സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ സംഭവമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു സംഭവം നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ളത് തന്നെയാണ്. എല്ലാവരുടെയും വീട്ടിലുള്ളത് എന്താണെന്നുള്ളത് ഞാൻ പറയാം. അതിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കണും കൂടി നിങ്ങൾ അമർത്താൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് വരികയുള്ളൂ. അതിനകത്ത് ഓളാണ് അമർത്തേണ്ടത് കേട്ടോ. നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ, ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതും എന്നാൽ തന്നെ വളരെയധികം എളുപ്പം തന്നെ റിസൾട്ട് കിട്ടുന്നതുമായിട്ടുള്ള ഒരു കിടിലൻ സംഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. മുന്നേ ഞാൻ ഈ ഒരു കാര്യം, അതായത് ഉപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഉപ്പ് കൊണ്ട് നമ്മുടെ സൗന്ദര്യം കൂട്ടാൻ കഴിയും എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അത് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു കാര്യം തന്നെ ആയിരുന്നു എന്ന് തോന്നുന്നു. കാരണം നമ്മുടെ മുഖ സൗന്ദര്യത്തിന് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഉപ്പ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ അടുക്കളയിലുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഇന്ന് സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടി ചെയ്യുന്നത്. കാരണം ഈ ഒരു സ്കിൻ വൈറ്റനിങ് എന്ന് പറയുമ്പോൾ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ചെയ്യാൻ പറ്റുന്നതാണ്, വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നത്. എന്നാൽ തന്നെ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു വീക്ക് കൊണ്ട്, അതായത് 1 വീക്ക് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇത് റെഗുലറായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനകത്തുണ്ടാകുന്ന പല പ്രോബ്ലംസിനും പരിഹാരമാണ്. അതായത് ഡെഡ് സ്കിൻ റിമൂവ് ആവുന്നതിനും സൺ ടാൻ റിമൂവ് ആവുന്നതിനും നമ്മുടെ സ്കിന്നിനകത്തുണ്ടാകുന്ന പിമ്പിൾസ്, ആക്നി എന്നിവ റിമൂവ് ആയി സ്കിൻ നല്ല ഗ്ലോ ആക്കി മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്കതിലേക്ക് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ വൈറ്റനിങ് ക്രീമിന് വേണ്ടിയുള്ള സംഭവങ്ങളാണ് പറയുന്നത്. 2 ഐറ്റങ്ങളാണ് വേണ്ടത്. ഒന്ന് അലവേറ ജെല്ല്, പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ചോറ് തന്നെയാണ്. എല്ലാവരുടെയും വീട്ടിലുള്ള കാര്യം തന്നെയാണ് ചോറ്. ഇപ്പം കുത്തനരി ആണെങ്കിൽ കുത്തനരി എടുക്കാം, പച്ചരി ആണെങ്കിൽ പച്ചരി എടുക്കാം, നാടനരി ആണെങ്കിൽ നാടനരി എടുക്കാം. നിങ്ങൾ ഏതാണോ നിങ്ങളുടെ വീട്ടിൽ വേവിക്കുന്നത് ആ അരി, അതായത് ആ അരിയുടെ ചോറാണ് നമുക്ക് എടുക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഒരു 3 സ്പൂൺ, അതായത് 3-3.5 സ്പൂണ് ചോറ് ആണ് എടുത്തേക്കുന്നത്. ഇത് ഒരു 4 സ്പൂൺ വെള്ളം ചേർത്ത് നല്ല രീതിയിൽ പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് വേണ്ടത്. ഇത് നമുക്ക് ഇനി ആവശ്യാനുസരണം എടുത്ത് തയ്യാറാക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈം ഇല്ലാത്തവരാണെങ്കിൽ കുറച്ച് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ചെറിയൊരു എയർ കയറാത്ത ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാ ദിവസവും രാത്രിയിൽ കിടക്കുമ്പോൾ തേച്ചിട്ട് കിടക്കാവുന്നതാണ്. ഇതൊരു സ്കിൻ വൈറ്റനിങ് നൈറ്റ് ക്രീം എന്ന നിലയിൽ നമുക്കിത് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഡേ യൂസ് ചെയ്യാം. നിങ്ങളുടെ എപ്പോഴാണോ ടൈം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്രീം യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇതിനകത്ത്, അതായത് ഇപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടി ഞാൻ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി എടുക്കുന്നത് ഇപ്പോൾ 1 സ്പൂണാണ് എടുക്കുന്നത്. ഇതിലേക്ക് നമ്മളിപ്പോൾ 1 സ്പൂണാണ് ദിവസേന നമ്മുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 1 സ്പൂൺ നമുക്ക് എടുത്താൽ മതി. ബാക്കി നമുക്ക് ഇതേപോലെ തന്നെ ഇതിൽ സൂക്ഷിച്ചിട്ട് ആവശ്യാനുസരണം നമുക്ക് എടുത്ത് അലവേറയുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇടാവുന്നതാണ്. ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ അലവേറ ജെല്ലും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. ആ അലവേറ എല്ലാം നല്ല രീതിയിൽ ജോയിൻ്റ് ആവണം. മറ്റേ നമ്മുടെ ചോറിൻ്റെ കൂടെ നല്ല രീതിയിൽ മിക്സ് ആവിയാലേ നമുക്ക് നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വൈറ്റനിങ് എന്ന നിലയിൽ നമുക്ക് ഇതൊരു ഉപയോഗം നമ്മുടെ സ്കിന്നിന് കിട്ടുകയുള്ളൂ. ഓയിലി സ്കിന്നുകാർക്കും നോർമൽ സ്കിൻ, ഡ്രൈ സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ, എനിത്തിങ് 5 ടൈപ്പ് സ്കിൻ ടൈപ്പാണ് നമുക്കുള്ളത്. ഈ 5 ടൈപ്പ് സ്കിൻകാർക്കും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പം ഇത്രയും എടുക്കുക. അതാ ഈ തരി കണ്ടല്ലോ, ഇതേപോലെ തന്നെയാണ് നമുക്ക് വേണ്ടത്. ഇത് നമ്മുടെ ഇട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊരു 20 മിനിറ്റോളം നമ്മുടെ സ്കിന്നിൽ തന്നെ ഇത് നമുക്ക് വെക്കേണ്ടതാണ്. വെച്ച് നമുക്ക് ഒരുകയാണെങ്കിൽ നമുക്ക് നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ഡ്രൈ ആവുമ്പോൾ നമ്മൾ ചോറ് നമ്മുടെ ഇതാവത്തില്ല, സ്കിന്നിലൊക്കെ ഇടുമ്പോൾ ഒരു ഇതാറില്ല, ആ സമയം ആകുമ്പോഴത്തേക്ക് നമുക്കിത് നല്ല ശുദ്ധമായ വെള്ളം ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം. അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നമ്മൾ ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിൽ നമ്മുടെ ഫേസിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയാവുന്നതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്. കാരണം ഇത് എല്ലാവരുടെയും വീട്ടിൽ തന്നെ ഉള്ളതാണ്. ഈ ഒരു അലവേറയ്ക്ക് പകരം, അതായത് ഇപ്പോൾ ഞാൻ കാണിച്ചേക്കുന്നത് പാക്കറ്റ് അലവേറയാണ്, അല്ലെങ്കിൽ നാച്ചുറൽ അലവേറ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. അപ്പോഴായിരിക്കും നമ്മുടെ സ്കിന്നിന് നല്ലൊരു എഫക്റ്റ് കിട്ടുകയുള്ളൂ. അലവേറ ആണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് റിസൾട്ട് കിട്ടാൻ എളുപ്പമായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത്. എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ. വളരെ സിമ്പിൾ അല്ലയോ ഒരു സംഭവം ചെയ്യുന്നത്. കാരണം റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിലും അപ്പുറം തന്നെയാണ്. ഇത് റെഗുലർ, അതായത് ഒരു വീക്ക് കൊണ്ട്, അതായത് 1 വീക്ക് കൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. പക്ഷേ ഇത് നമ്മൾ റെഗുലറായിട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആയിട്ട് നിൽക്കാനായിട്ട്
സാധിക്കും. നമ്മൾ പുറത്ത് പോയിട്ട് വരുമ്പോൾ നമ്മൾ സ്കിന്നിനകത്തുണ്ടാകുന്ന വെയിലേറ്റുണ്ടാകുന്ന കരിമങ്ങലൊക്കെ മാറ്റി സ്കിൻ നല്ല സോഫ്റ്റ് ആക്കി നിർത്താനും ഏതൊരു ക്ലൈമറ്റിലും നമുക്ക് ഈ ഒരു കാര്യം ഉപയോഗിക്കാൻ പറ്റുന്നതുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ കൂടി മറക്കരുത്. ട്രൈ ചെയ്തിട്ട് അതിൻ്റെ കമൻറ്റ്സ്, അതായത് നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ വന്ന് നിങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.